നിങ്ങൾ എത്ര പേര് ധോലാവീരയിലെ ഹാരപ്പൻ സിറ്റി കണ്ടിട്ടുണ്ട്? ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് കാണാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഹാരപ്പൻ സംസ്കാരം. അതിനുവേണ്ടി തന്നെ ധോലാവീരയിൽ ഒരു സിറ്റി തന്നെ ഉണ്ട്. നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. പോകുന്ന സമയത്ത് തന്നെ നമ്മളവിടെ ഒരു എൻട്രി ബുക്കിൽ എൻട്രി ചെയ്യണം. അതിനുശേഷം നമുക്ക് കുറേ ദൂരം നമുക്ക് നടക്കാനുണ്ട്. നടന്ന് നല്ല എന്താ പറയാനാ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. പഴയ സംസ്കാരങ്ങളും പഴയ രീതിയിൽ എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നു എന്നുള്ളതും സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുന്നതിൻ്റെ എത്രയോ മടങ്ങ് നല്ല ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവർ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഇന്നത്തെ കാലത്തൊന്നും നമുക്കൊന്നും ഇതുപോലെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയും നല്ല രസത്തിലാണ് അവരുടെ ഓരോ ബിൽഡിങ്സും അതുപോലെ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും അത് നമ്മുടെ ഗവൺമെൻറ് അത് നിലനിർത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയൊക്കെ പാകിസ്ഥാനിലാണ്. എങ്കിലും ഇന്ത്യക്കകത്തുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ വിചാരിച്ചു ഒത്തിരി അധികം ആൾക്കാരൊന്നും അവിടെ കാണത്തില്ല ഇത് കാണാൻ വരാനെന്ന്. പക്ഷേ ഒത്തിരി അധികം ആൾക്കാർ ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ചെന്ന് നമ്മൾ കാണണം. കാരണം ഞാൻ ഇത് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരിക്കലും കാണാൻ ആഗ്രഹിച്ചിരുന്നേ ഉള്ളൂ, പറ്റുമെന്ന് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ അത് പോയി കണ്ട് അത് ഫീൽ ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്കതൊരു ഭയങ്കര സന്തോഷമായി. അപ്പം ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ധോലാവീര സൈഡിൽ പോവുകയാണെങ്കിൽ അവിടെ റോട്ടറി അവൻ മാത്രമല്ല, ഇങ്ങനെയുള്ളൊരു ഹാരപ്പൻ സിറ്റി കൂടെ ഇവിടെയുണ്ട്. അതുകൂടെ പോയി കാണാൻ മറക്കരുത്.